ഐ പ്രസന്റ് യു. അല്ലെങ്കിൽ വേണ്ട. സീ ഫോർ യുവർ സെൽഫ്. തോർക്കണം. ഓൺ ചെയ്യൂ. അത് വേണം സാർ, അത് വേണം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. അതായത് ഞാനൊരു ക്രിസ്ത്യൻ പോളിമിസ്റ്റ് ആണ്. എനിക്ക് കൃത്യമായ ആൻസർ വേണം. നിങ്ങൾക്ക് പോളിമിസ്റ്റ് എന്ന നിലയിൽ താങ്കൾക്ക് ഇസ്ലാമിനെ കുറിച്ചോ പ്രവാചകനെ കുറിച്ചോ എന്താണ് കൂടുതൽ അറിയേണ്ടത്? നിനക്ക് എന്താ അറിയേണ്ടത്? ഇസ്ലാമിക സോഴ്സുകളിൽ നിന്നല്ലാതെ sunna.com നിന്ന് തന്നെ കൃത്യമായിട്ട് വായിക്കണം. എങ്ങനെ? ഇസ്ലാമിക സോഴ്സുകളിൽ നിന്നല്ലാതെ sunna.com നിന്ന് തന്നെ കൃത്യമായിട്ട് വായിക്കണം. കേട്ടല്ല, ഇസ്ലാമിക സോഴ്സുകൾ എന്നല്ലാതെ sunna.com എന്ന് വായിക്കാന്ന്. അപ്പൊ ഇവൻ തന്നെ അത് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. sunna.com ഇസ്ലാമിക സോഴ്സ് അല്ല. ഇങ്ങനെ ഒരു മരപ്പൊട്ടൻ ലോക പൊട്ടനാണ്. അത് ക്രിസംഖികൾ ഉണ്ടാക്കിയെന്ന് വായിക്കണം. ഇസ്ലാമിക് ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ആകാശത്തേക്കോടെ പോണ റോക്കറ്റ് തോട്ടിട്ട് പിടിച്ച് ആശ്രമത്തിൽ വെച്ച് പൊട്ടിക്കാന്ന് കേട്ടണ്ട. ഇതാണ് ഐറ്റം. സഹീഹുൽ ബുഖാരി 7186 വായിക്കാമോ? സഹീഹുൽ ബുഖാരി 7186 വിധികൾ എന്ന വിഭാഗത്തിലാണ് വരുന്നത്. പ്രവാചകൻ പറഞ്ഞു, ഒരു ഭരണാധികാരി തന്റെ ജനതയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയോ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാതിരിക്കുകയോ ചെയ്താൽ അന്ത്യദിനത്തിൽ അള്ളാഹു അവനെതിരെ വാതിലുകൾ അടയ്ക്കും. അതായത് നിങ്ങൾക്ക് ഈ കിട്ടിയിരിക്കുന്ന സോഴ്സ് sunna.com അല്ലല്ലോ. നിങ്ങൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് പറയാമോ? ചൂടാവല്ലേട്ടാ ഇങ്ങനെ. ഞാൻ sunna.com നിന്ന് തന്നെ എടുത്തതാണ്. എന്റെ ജീവിതത്തിൽ ഇത്ര ഞാൻ ചിരിച്ചിട്ടില്ല. ഇത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. രാവളുടെ ആർഗ്യുമെന്റ് കൊണ്ട് നിറച്ചിരിക്കുക എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് ജെമിനി. എന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? എങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും സ്രോതസ്സിൽ നിന്ന് പരിശോധിക്കാം. നിങ്ങൾ sunna.com ചെല്ലു. ഇയാൾക്ക് എന്താണ് വയ്യേ? സമയം തരൂ. sunna.com ചെല്ലു. കൃത്യമായിട്ട് വായിക്കും. ഇത്രയും നേരം നിങ്ങൾ കബളിപ്പിക്കുകയാണ്. നമ്പർ അയാളോട് പറയാ. അപ്പൊ ഇവൻ sunna.com എന്നാണ് ഈ നമ്പർ പറയുന്നത്. പുരിയല്ല. അതിന്റെ കയ്യിൽ ആ നമ്പർ അല്ല ഉള്ളത്, വേറെ പിന്നെ നമ്പറിലാണ് ആദ്യം കിടക്കുന്നുണ്ടാവുക. മനസ്സിലായോ? അത് കൊടുക്കാൻ അവനെ കൊണ്ട് പറ്റില്ല. ആ നമ്പർ തന്നെ പറയൂ, ആ നമ്പർ തന്നെ പറയൂ. അപ്പോൾ അതൊന്നല്ല, അതല്ല കറക്റ്റ് നമ്പർ നിങ്ങൾക്ക് അറിയാം. പറയൂ നമ്പർ. ആ നമ്പറിൽ എന്തിരിക്കും, അതിന്റെ കണ്ടന്റ് എന്താ എടുത്ത് സംസാരിക്കാന്നല്ലാതെ. നന്നായിട്ടുണ്ട്. ഇസ്ലാമിലെ സകലമാന സാധനങ്ങളെ വെളുപ്പിക്കാനുള്ള ഫീഡ് ജെമിനിക്ക് കൊടുത്തിട്ടുണ്ട്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇപ്പൊ AI ഇതുപോലുള്ള ഓട്ടോമാറ്റിക് ഫീഡുകളിൽ വരുന്നത് ഇതുപോലെ നുണകളാണ്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ഇവര് ദാവാക്കാരുടെ ബുക്കുകളിൽ നിന്ന്, ബുക്ക് സ്റ്റോറുകളിൽ നിന്ന്, ഇൻഫർമേഷൻ സ്റ്റോറുകളിൽ നിന്നും ചാറ്റുകളിൽ നിന്നുമാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. നിനക്ക് കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അപ്പൊ ഇതിങ്ങനെ ട്രെയിൻ ചെയ്ത് ഈ AIസിനെ ട്രെയിൻ ചെയ്യുന്ന ഫാക്ടറികളുണ്ട്, ദാവാ ഫാക്ടറികളിൽ. നിങ്ങൾ എന്ത് പറയും, അതായത് ഇന്ന് ദാവാക്കാർ എന്ത് പറയണോ അതാണ് ജെമിനി പറയുള്ളൂ. ഷാജി കാര്യം പറയുന്ന കണകുണ വർത്താനം പറയുന്നോട്ടോ. ഈ ജെമിനി ഉത്തരം പറഞ്ഞു. ഈ ജെമിനി മുസ്ലിങ്ങൾ ഉണ്ടാക്കിയതാണോ ജെമിനി? എടാ, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ, മനസ്സിലായില്ലേ? അതല്ലാതെ അത് സ്വന്തമായിട്ട് ബുദ്ധിയുള്ള ശക്തിയുള്ള സാധനമൊന്നുമല്ല കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ അതിനകത്ത് എന്ത് ഫീഡ് ചെയ്യുന്നു അത് കിട്ടും. നല്ല പൊട്ടൻഷ്യലൊക്കെ ഉണ്ടാ, നല്ലൊരു പൊട്ടനാവാൻ. വിദ്യാഭ്യാസം ഉണ്ടായത് കൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. തലയ്ക്കകത്ത് ആൾതാമസം വേണം. നിങ്ങൾ ജീവിക്കുന്ന എന്തിനു വേണ്ടിയാ? ഞാനോ? എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടിട്ട്. അവൻ ജീവിക്കുന്നത് പറക്കാനാ. ഞാൻ പോകുന്നു. ബൈ ബൈ. സ്വയം പഠനത്തിനുള്ള പരിമിതി. ഈ തത്വങ്ങളിൽ ഫിഖ് പരിശീലനം ലഭിക്കാത്തവർ വെബ്സൈറ്റിലെ ഹദീസുകൾ മാത്രം ഉപയോഗിച്ച് സ്വന്തമായി ഇസ്ലാമിക നിയമങ്ങൾ നിർണ്ണയിക്കുന്നതിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പണ്ഡിതരുടെ സഹായം. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക വിധിതീർപ്പിനെ കുറിച്ച് റൂളിംഗ് സംശയമുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ പ്രദേശത്തെ പണ്ഡിതനോട് ചോദിക്കുക. അതോ പറഞ്ഞതാ എന്റെ ശരി. ചുരുക്കത്തിൽ ഹദീസുകൾ വായിക്കാനും പഠിക്കാനുമുള്ള ഒരു സ്രോതസ്സായി ഇതിനെ കാണാമെങ്കിലും മതപരമായ അന്തിമ വിധികൾക്കായി പണ്ഡിതന്മാരെ തന്നെ ആശ്രയിക്കണമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ നാളെ കാണാം.